നമസ്കാരം, ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി പുഴയിലെ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് തിരുത്തിപ്പറമ്പ് എടപ്പറമ്പിൽ ദാസന്റെ മകൻ റോഷൻ. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണില്ല എന്നും ഒന്നിലധികം പേരെയാണെന്നും സൂചന. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാകണം നമ്മുടെ വോട്ടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. BJP രാജ്യത്തെ മതരാഷ്ട്രമാക്കാനായി മത്സരിക്കുന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരുത്തിപ്പറമ്പ് എടപ്പറമ്പിൽ ദാസന്റെ മകൻ റോഷനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. ബന്ധുവിനൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ റോഷൻ മുങ്ങിപ്പോവുകയായിരുന്നു. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. എന്നാൽ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇപ്പോൾ. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയല്ല എന്നും ഒന്നിലധികം പേരെയാണെന്നുമെല്ലാം സൂചനയുണ്ട്. ഇതിലേറെ വലിയ തലവേദനയുണ്ടാകുന്നത് തട്ടിക്കൊണ്ടുപോയെന്ന് ഉറപ്പുള്ള യുവാവ് ആരാണ് എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല എന്നതാണ്. ഇന്നലെ രാവിലെയാണ് ആലുവയിൽ ഭക്ഷണം കഴിച്ചിറങ്ങുന്നതിനിടെ ഒരു യുവാവിനെ ബലമായി ആഡംബരക്കാരിലെത്തിയ മറ്റൊരാൾ കൊണ്ടുപോകുന്നത് ചിലർ കണ്ടത്. എന്നാൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചനകളൊന്നും ഇല്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കസ്റ്റഡിയെടുത്തിരിക്കുന്ന 2 പേർ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്ന ഇടനിലക്കാരാണ്. ഇവരെ ചോദ്യം ചെയ്ത് വരുന്നതേയുള്ളൂ. കേസിൽ മിസ്സിംഗ് പരാതിയുമായോ മറ്റെന്തെങ്കിലും തരത്തിലോ സംഭവത്തിൽ ആരും എത്തിയിട്ടില്ല എന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ഇതിനിടെ ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് 3 പേരെയാണെന്ന അഭ്യൂഹവും ശക്തമാണ്. ഭക്ഷണം കഴിച്ച് ഒന്നിച്ചിറങ്ങി വന്നത് 3 പേരായിരുന്നു. ഇവരിൽ ഒരാളെ മാത്രമാണ് തട്ടിക്കൊണ്ടുപോയത്. ബാക്കി 2 പേർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയല്ല, 3 പേരെയും കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നെല്ലാം പ്രചരണവുമുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ പോലീസ് ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. മീഡിയ ടൈം, ആലുവ. സമകാലീന സമൂഹത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കാൻ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നേതാക്കളോട് ആഹ്വാനം ചെയ്ത് ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടിപ്പിക്കുന്ന 1000 പ്രചരണ യോഗങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടപ്പുറം വികാസ് ഭവനിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. 98,000 വോട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുള്ള കോട്ടപ്പുറം രൂപതയ്ക്കും ഇതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലേ? ഒരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാനായിരുന്നു സാധിക്കും. നമ്മുടെ KLCയെ ഒരു രാഷ്ട്രീയ ശക്തി മാത്രമല്ല, ഒരു സാമൂഹിക ശക്തിയായി, സാമ്പത്തിക ശക്തിയായി, കത്തോലിക്ക ശക്തിയായിട്ട് മുന്നിലേക്ക് ഉയർന്നു വരണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുള്ള ദൗത്യം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോയ്ക്ക് കൊടുത്ത അതിദൗത്യമാണ്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ ഒരു സംവത്സരം ഒരുക്കുവാനും അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കിയാണ് പറയുന്നത്. അനിൽ കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു. ബിജു ജോസി, റോക്കി റോബിൻ, ജോൺസൺ മങ്കുഴി, സേവ്യർ പടിയിൽ, ഷൈജ ആൻ്റണി, ED ഫ്രാൻസിസ്, അലക്സ് താളൂപ്പാടത്ത്, ജോൺസൺ വാളൂർ മുതലായവർ പ്രസംഗിച്ചു. അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്തിനുണ്ടായ ഗുരുതരമായ ലഭ്യതക്കുറവ്, മത്സ്യമേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ച സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ ഇടതു സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ആവശ്യപ്പെട്ടു. തൃശ്ശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി സംഘ് വാർഷിക പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. BMSന്റെ ഓഫീസ് തൊഴിലാളികളടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ CITന്റെ ഓഫീസ് അടക്കമാണ് BMSലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. CPMന്റെ ഓഫീസ് അടക്കമാണ് ബംഗാളിലും ത്രിപുരയിലും BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൽ ഈ സ്ഥിതി സംജാതമാകും. ഇനി ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാവില്ല. അവർ ഇടതും വലതും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ നാമാവശേഷമാക്കി വ്യവസായത്തിൻ്റെ
എന്താ പറയുക, നാമാവശേഷം ശവപ്പറമ്പാക്കി കേരളത്തെ മാറ്റി. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂണ് പോലെയാണ് വ്യവസായങ്ങൾ മുളച്ചു വന്നത് അല്ലേ. കിറ്റക്സ് എന്ന സാബു എന്ന വ്യവസായിയെ അല്ലേ, എത്രയോ ആയിരം സ്ത്രീ തൊഴിലാളികൾക്ക് വ്യവസായം അല്ലെങ്കിൽ ഉപജീവനം നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് കിറ്റക്സ്. ആ സാബുവിനെ ഇവിടെ ഓടിച്ചുകൊണ്ട് തെലുങ്കാന സർക്കാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തുകൊണ്ടാണ് സാബുവിനെ അവിടെ കൊണ്ടുപോയത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ പാർക്കാണ് അവിടെ ആന്ധ്രയിൽ തറക്കല്ലിട്ടിരുന്നത്. 50,000 തൊഴിലാളികളെ, സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ പാർക്കിനാണ്. യൂണിയൻ പ്രസിഡന്റ് സേതു തിരുവെങ്കിടം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ BMS ജില്ലാ വൈസ് പ്രസിഡന്റ് KB ജയശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരീഷ്, യൂണിയൻ ജനറൽ സെക്രട്ടറി KV ശ്രീനിവാസൻ, KL ജയപ്രകാശ്, KR വിദ്യാസാഗർ എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി സോയു സ്റ്റാർ സോക്കർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സെക്യൂരിറ്റി വിഭാഗം കൈകാര്യം ചെയ്യുന്ന കൈരളി കളരി സംഘത്തിന് CR ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ജേഴ്സി കൈമാറി. വിഷ്ണു നമ്പൂതിരിപ്പാട്, മുഹമ്മദ് റാഫി, പ്രദീപ് മണപ്പുറം, CK പുരുഷോത്തമൻ, അനിയൻ അനാമ്പലത്ത്, CP പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. 2024 ഏപ്രിൽ 14 മുതൽ 21 വരെയാണ് സോക്കർ ഫെസ്റ്റ് നടക്കുക. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാകണം നമ്മുടെ വോട്ടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ അഴീക്കോട് മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ച് അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും പറയാറ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് നമ്മളെല്ലാവരും ഹൃദയത്തിൽ തട്ടി പറയും. ഇന്ത്യ എൻ്റെ ജന്മഭൂമിയാണ്. എൻ്റെ പെറ്റമ്മയ്ക്കും പെറ്റുമ്മയ്ക്കും തുല്യമാണ് ഞാൻ ജനിച്ച ഈ മണ്ണ് എന്ന് നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറയാറുണ്ട്. എവിടെ പോയാലും നമ്മുടെ കയ്യിലുള്ള ഐഡന്റിറ്റി കാർഡോ ആധാർ കാർഡോ റേഷൻ കാർഡോ ഏത് കാണിച്ചിട്ട് പറയും. വിദേശത്ത് പോകുന്നവർ പാസ്പോർട്ട് കാണിച്ച് പറയും, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ ജനിച്ചതിൽ, അഴീക്കോട് ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് നമ്മൾ പറയും. അത് പറയാനിടയാക്കിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്നും നമ്മൾ സമരം ചെയ്ത് വാങ്ങിച്ചെടുത്തതിന്റെ ഭാഗമാണ്. നമുക്കാർക്കും ഔദാര്യമായിട്ടല്ല ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. ഒട്ടുവരെയുള്ള ഒരു ഒറ്റ തോർത്തുമുണ്ടെടുത്ത് ഭഗവത്ഗീതയും ഖുർആനും ബൈബിളും കയ്യിൽ പിടിച്ച് ലോകം മുഴുവൻ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ പിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും ജൈന മതക്കാരനും ബുദ്ധമതക്കാരനും പേർസി മതക്കാരനും മതമില്ലാത്തവരും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ യുവാവെന്നോ വിദ്യാർത്ഥിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ഓർമ്മിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകണം, ഇന്ത്യ ഞങ്ങളുടെ ജന്മഭൂമിയാണ്, വെള്ളക്കാരൻ ഈ രാജ്യത്ത് വന്ന് ഞങ്ങൾ അടിമകളാക്കി വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ത്യാഗം നടത്തി സമരം ചെയ്തിട്ടാണ് നമ്മുടെ നാടിന് ഈ കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. BJP രാജ്യത്തെ മതരാഷ്ട്രമാക്കാനായിട്ടാണ് മത്സരിക്കുന്നത്. CPM തങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്താനായാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷനായി. KPCC അംഗം MK അബ്ദുൽ സലാം, DCC സെക്രട്ടറി CS രവീന്ദ്രൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, സുനിൽ ലാലൂർ, അബ്ദുൽ കരീം മൗലവി, PS മുജീബ് റഹ്മാൻ, PB മൊയ്തു, PP ജോൺ, KA നൌഷാദ്, മനാഫ് അഴീക്കോട്, PK ചന്ദ്രബാബു, PM ലിയാഖത്ത് എന്നിവർ സംസാരിച്ചു. UDF എറിയാട് മണ്ഡലം കൺവെൻഷൻ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ UDF എറിയാട് മണ്ഡലം ചെയർമാൻ PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. IUML എറിയാട് യൂണിറ്റ് നേതാവ് CA അബ്ദുൽ ജലീൽ, KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PH മഹേഷ്, CS രവീന്ദ്രൻ, MUML നേതാവ് MK ഷാനിർ, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PB മൊയ്തു, പെരിഞ്ഞനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി 2ാമത് വാർഷിക ജനറൽ ബോഡി യോഗവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK രാജൻ ആശാ വർക്കർമാർക്കെയും അംഗൻവാടി ടീച്ചർമാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അലിവ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ KK കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന കുറച്ചാളുകളാണ് ഈ അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നേതൃത്വം നൽകുന്നത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കെയർ പദ്ധതി, മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റവും അർഹരായ ആളുകൾക്ക് സ്വന്തമായി അത് വാങ്ങി ഉപയോഗിക്കാൻ തക്കവണ്ണം സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് വീൽ ചെയർ ആയാലും അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് ആയാലും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് രോഗികൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വളരെ നല്ല പ്രവർത്തനമാണ് അലീവ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തി വരുന്നത്. അലീവ് പ്രസിഡന്റ് വി എം ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുൽ ജമാൽ KK, സുൽഫി, റിയാസ് അൽ ഹസനി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി പുഴയിലെ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് തിരുത്തിപ്പറമ്പ് എടപ്പറമ്പിൽ ദാസന്റെ മകൻ റോഷൻ. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണില്ല എന്നും ഒന്നിലധികം പേരെയാണെന്നും സൂചന. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാകണം നമ്മുടെ വോട്ടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. BJP രാജ്യത്തെ മതരാഷ്ട്രമാക്കാനായി മത്സരിക്കുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.